ഹായ് ഫ്രണ്ട്സ്, ബ്രദർ ഒരു പടം കണ്ടിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് ഇറങ്ങിയ അത്രയ്ക്കൊന്നുമില്ല. എനിക്ക് ഈ പടം ഭയങ്കര വെറുപ്പിക്കൽ ഇങ്ങനെ തോന്നിയൊരു പടം. എന്താ പറയാ, ഒരു വാണപ്പടം എന്ന് പറയും. കാരണം എന്ന് പറയാ അത്രയ്ക്കൊന്നുമില്ല. ഒരു സിനിമയ്ക്കകത്ത് കുണ്ടൻ, അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു ക്യാരക്ടർ പറയണം, എന്താ ഇതെന്താ കക്കൂസോ തീട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ. ഈ എം മോഹൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾ ഈ കഥ പറയുമ്പോൾ മാണിക്കല്ല അങ്ങനത്തെ പടമൊക്കെ എടുത്ത ഭയങ്കര ലെജൻഡ് ഡയറക്ടറാണ്. അപ്പോഴത്തൊരു ട്രെൻഡ് മാറ്റി ന്യൂ ജനറേഷൻ പരിപാടി പിടിച്ചതാണ്. അത് മെയിനായിട്ട് LGBT ഭയങ്കര ഒരു പൊളിറ്റിക്കലി ഒരു എന്താ പറയുന്നേ, കോമഡി എന്ന് പറഞ്ഞിട്ടൊരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ ശരിക്കും റെസ്പോൺസ് ഒക്കെ പറഞ്ഞൊരു നല്ല കോമഡിയൊക്കെയാണ് പ്രതീക്ഷിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ആവറേജ് പടം. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിലെ ക്യാരക്ടർ ആരും നല്ല ഒരു പെർസ്പെക്റ്റീവിലല്ല കാര്യങ്ങൾ പറയുന്നു തോന്നും. അതുകൊണ്ട് ഇതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കേണ്ട ആവശ്യമില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ അല്ല, ഇതിനകത്ത് എന്തൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്. ഓരോ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് അവള് കറുത്തിട്ടാണ്. അതുപോലെ തന്നെ കുണ്ടൻ എന്നൊക്കെ ഏതെങ്കിലും സിനിമ ഇങ്ങനെ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയിൽ എത്ര എടുത്താണോ യൂസ് ചെയ്തേക്കുന്നത്. അത് ഈ വിനീത് ശ്രീനിവാസനൊക്കെ ഒരു ഇതില്ലേ, അത് കാണുന്നവർക്കൊക്കെ എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുന്നത്? ഫാമിലി ആയിട്ടൊക്കെ എങ്ങനെ ഒന്ന് കാണും. പക്ഷേ സിനിമ കണ്ട ഫാമിലി എല്ലാം ഭയങ്കര ചിരിയായിരുന്നു. സിനിമ കൊള്ളാൻ. പക്ഷേ സിനിമ കണ്ട ഫാമിലി ഓഡിയൻസ് ഒക്കെ ഞാൻ നോക്കി, അതിന്റെ ബാക്കിൽ ഇരുന്ന ഒരു ഫാമിലി ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് കണ്ടത്. സിനിമ കണ്ടില്ല, ഒരു 35+ ഉള്ള ഓഡിയൻസിന് ഉറപ്പായിട്ട് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. അവസാനം വരെ എനിക്കെന്ന് വെച്ചാൽ ഈ സിനിമ സെക്കൻഡ് ഹാഫിലെ പകുതി തൊട്ട് ഭയങ്കര വളിപ്പായി പോയി. സത്യം പറഞ്ഞ ഈ സിനിമ അധികം ആരും കാണത്തില്ല. കണ്ടായിരുന്നെങ്കിൽ ഇത് ഭയങ്കര ചർച്ചയാവും. ഇതാരും കാണാത്തോണ്ട് രക്ഷപ്പെട്ടു. ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഇങ്ങനെ ഇതിലും വലിയ ചെറിയ സാധനങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര വിഷയമായ സാധനങ്ങളാണ്. ഈ സിനിമ ഒക്കെ കണ്ടാൽ ഇത് എന്തായിരിക്കും ഇത് ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങൾ എന്തായാലും കണ്ടിട്ട് പറയണം. സിനിമ വന്ന ആൾക്കാർ ട്രോൾ കൊടുത്തു ഈ സീൻസ് ഒക്കെ വെച്ച് മിസ്യൂസ് ചെയ്യും. പക്ഷെ ഈ സിനിമയിൽ പറയുന്ന വെച്ചാല് ഇത് വിനീത് ശ്രീനിവാസനായാലും കൂടുതലൊക്കെ എല്ലാ ക്യാരക്ടേഴ്സ് ആയാലും എന്താണ്, അതൊരു പോസിറ്റീവ് സൈഡിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് അല്ല, അതൊരു നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. പോസിറ്റീവ് സൈഡിന്റെ അല്ല, എന്നാലും ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ കോമഡീസ് ഉണ്ടല്ലേ. സെക്കൻഡ് ഹാഫ് ആണ് ഭയങ്കര ചളവായി കളഞ്ഞ. ഈ ഹോളിവുഡിന്റെ ഒരു സ്റ്റൈലൊക്കെ പിടിക്കാൻ നോക്കി, പക്ഷെ അങ്ങോട്ട് ഒട്ടും ഏറ്റില്ല. പിന്നെ ക്ലൈമാക്സ് ഒക്കെ വമ്പം ബോറാക്കി കളഞ്ഞു. ഫസ്റ്റ് പറഞ്ഞു വന്ന എന്താണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പം കാണിക്കുന്നത്. പിന്നെ സ്ഥിരം വാട്സപ്പില് ഫോർവേഡ് മെസ്സേജ് ഒക്കെ പറഞ്ഞു അവസാനം ഒരാൾ പറയുന്നത് വാട്സപ്പിലെ ഫോർവേഡ് മെസ്സേജ് ഒന്നും വരുന്നത്, പിന്നെ അപ്പുറത്ത് വന്നിട്ട് വാട്സപ്പിലെ ഫോർവേഡ് മെസ്സേജ് എന്തോ വലിയ സംഭവമാക്കി കാണിക്കുന്നു. രണ്ടെണ്ണത്തിന്റെയും ഒരേ സൈഡ്, നെഗറ്റീവും പോസിറ്റീവും ഒരേ ആള് തന്നെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ലൈമാക്സ് ഒട്ടും കൺവിൻസിംഗ് അല്ല. അത്രയും ഒരു ഫാമിലിയുടെ ആൾക്കാർ ക്ലൈമാക്സ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ആവുന്നത്. ലോജിക്ക് ഒന്നും നോക്കാതെ നിങ്ങൾ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടൈം കുട്ടികളുമായിട്ട് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും. അല്ലാതെ വന്ന് കണ്ടാൽ ചിലപ്പം നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരുമായിരിക്കും. പിന്നെ അത് സത്യം പറഞ്ഞാൽ ഈ ഡയറക്ടറിന് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല. ഈ പിള്ളേരുടെ യൂത്തിന്റെ പൾസറിഞ്ഞ് ചെയ്യാന്നുള്ള രീതിയിൽ കുറെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട കുറെ സാധനങ്ങൾ വെച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത്. നിക്കറിട്ട പെണ്ണിനെ നോക്കിയില്ലെങ്കിൽ ഗേ ആണ്, കൂടെ ഒരു പെണ്ണ് നിന്നിട്ടൊന്നും തോന്നിയില്ലെങ്കിൽ അതാണ് സംഭവം. അതിൽ ഇവര് പറയുന്ന വെച്ചാൽ അത് സൊസൈറ്റി കാണുന്നില്ല പറയുന്നത്. സൊസൈറ്റി അങ്ങനെ കാണുന്നുണ്ടെന്നല്ലേ പറയുന്നത്. സൊസൈറ്റി കാണുന്നത് അതെന്താണ്, അത് ആ ക്യാരക്ടേഴ്സിനെ അങ്ങനെയല്ലേ അവതരിപ്പിച്ചേക്കുന്നത്. അതന്നെ, ക്യാരക്ടേഴ്സ് ആരും പോസിറ്റീവായി ആ ഷെയ്ഡിലല്ല കാണിക്കുന്നില്ല, അവരെല്ലാം നെഗറ്റീവ് ഷെയ്ഡിൽ തന്നെ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് പറയുന്നതിനൊരു ഇതുണ്ട്, അത് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. എന്നിട്ട് എന്താണ് കുറെ കാരണം എനിക്കാണെങ്കിൽ ഒരു ഡിസ്കസ്റ്റിംഗ് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരുന്നത് തന്നെ. വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറെ കോമഡികളും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കുറച്ചൊക്കെ വർക്ക് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ലോജിക് ഇല്ലായ്മയാണ് സിനിമയുടെ മെയിൻ പ്രശ്നം. ലോജിക്ക് പോകുന്ന വെച്ചാൽ സെക്കൻഡ് ഹാഫ് ലോജിക്കില്ല, കൺവിൻസ് ആവത്തില്ല നമ്മളത്. ഇത് കാണുന്നതിലെ കറുത്ത ഒരു ഗേ കപ്പിൾസ്, ലെസ്ബിയൻസ്, അതുപോലെ തന്നെ എന്താണ് ജാതകം നോക്കുന്നവര്, ജാതകം നോക്കി അതവിടെ നിൽക്കട്ടെ, അവരെയൊക്കെ ഭയങ്കര രീതിയിലൊരു ഇതാക്കിയാണ് ഈ സിനിമ കാണിച്ചിട്ടുള്ളത്. പെണ്ണ് കിട്ടാതെ നടക്കുന്ന നമ്മുടെ നാട്ടിലുള്ളവരെയൊക്കെ പക്ക ആയിട്ടാണ് അപമാനിക്കുന്നത്. ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, എടുത്തു പറയേണ്ടതെന്ന് വെച്ചാല് ഭയങ്കര അൺസഹിക്കബിൾ ആയിട്ടൊരു മൃദുൽ നായർ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ക്യാരക്ടർ മരെന്ന് വെച്ചാൽ ആ ഓവർ ആക്ടിങ് അല്ല, എന്താ പറയുന്നൊരു നമ്മളൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് അഭിനയിക്കില്ലേ. അതിൽ മെയിൻ പറയാൻ മൃദുൽ നായർ, പിന്നെ മറ്റേ താഹാ തഗ്, അവൻ്റെ റീല് കാണുമ്പോൾ തന്നെ നമുക്ക് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അറിയാലോ. അത് ആ റീലിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ. എനിക്കങ്ങ് അത്ര വെറുപ്പിക്കലായിട്ടും തോന്നിയില്ല. അപ്പൊ മൊത്തത്തില് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും, ഇവർക്കൊക്കെ ഒരു ആവറേജ്, എനിക്ക് ഭയങ്കര ബിലോ ആവറേജ്, അവോയ്ഡബിൾ
ഫീൽ. അപ്പൊ പക്ഷെ തിയേറ്റർ നല്ല ചിരിക്കുന്നുണ്ടായിരിക്കും, അങ്ങനത്തെ ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ എടുത്തു പറയേണ്ട ബാബു ആന്റണിയുടെ ഒരു ക്യാരക്ടർ, അങ്ങനെ കണ്ടാലേ അറിയാം എന്തോ ചവിട്ടാൻ കൊണ്ട് നിർത്തിയേക്കുന്ന പോലെ. ബാബുവിന്റെ ചവിട്ട് അത് മസ്റ്റാണ്. ആ ഒരു കല്യാണ സീൻ്റെ ഒരു ചവിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ ഒരു മലങ്കൾട്ട് ആവേണ്ട ഒരു സാധനം അത്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഉണ്ടായതുകൊണ്ട് എൻജോയ് ചെയ്തിരിക്കാം. പിന്നെ വിനീത് ശ്രീനിവാസ് ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു സംഭവം കൂടി ഉണ്ട്, സിനിമയ്ക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ക്യാരക്ടേഴ്സ് വൈസും പറയാൻ ഉദ്ദേശിച്ച സബ്ജക്ട് വൈസും എല്ലാം മൊത്തത്തിൽ പാളിപ്പോയ വെറുതെ ഒരു എന്തിനു വേണ്ടി ഒരു സിനിമ ഒരു വട്ടം വൺ ടൈം വാച്ചബിളാണ്. നിങ്ങൾക്ക് പൈസയും സമയവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വൺ ടൈം ഒന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഓക്കെ, ബൈ.